ഈ വിഷുവിന് തുടങ്ങി അടുത്ത വിഷുവിന് വിളവെടുക്കാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പോർട്ട്ഫോളിയോ തയ്യാറാക്കണേ. അതിലെന്തെല്ലാം ഉൾപ്പെടുത്തണം? ഡിമാറ്റ് അക്കൗണ്ട് ഉണ്ടോ? 10 സ്ട്രാറ്റജി, 10 ടെക്നിക്സ്, ആൽഗോ ട്രേഡിങ്ങിൻ്റെ തിയറീസ്, 10,000 കൂടി. അപ്പോൾ ഞാനത് 1,10,000 ഞാൻ 10,000 പ്രോഫിറ്റ് എടുത്തു, എൻ്റെ പോക്കറ്റിൽ വെച്ചു. അയാൾ 3-ാമത്തെ ദിവസം ട്രിപ്പും കഴിഞ്ഞ് ഗോവയിൽ പോയിട്ട് തിരിച്ചു വരുന്ന വഴിക്കാണ് അയാൾ ആ എൻട്രി എടുക്കുന്നത്. ആയിക്കോട്ടെ, സാമ്പാർ ഉണ്ടാക്കാൻ അറിയാവോ? നമ്മുടെ രാജ്യത്ത് 140 കോടി ആളുകൾ ഉണ്ടായിട്ടും 15% കുറവ് ആളുകൾക്ക് മാത്രമേ ഡിമാറ്റ് അക്കൗണ്ട് ഉള്ളൂ. ഈ ട്രേഡിംഗ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് മേഖലയിൽ എന്തുകൊണ്ടാണ് വീട്ടമ്മമാരായാലും അല്ലാതെ ഗവൺമെൻറ് എംപ്ലോയീസ് ആയാലും റിട്ടയർഡ് എംപ്ലോയീസ് ആയാലും NRIs ആയാലും ഇവരൊക്കെ ഇതിലേക്ക് വരാൻ മടിക്കുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ള വിഷയത്തെക്കുറിച്ചാണ് ഇന്നത്തെ മൈഫിൻ ടോക്സിൽ നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്നത്. സർ, വെൽക്കം ടു ദ ഷോ. താങ്ക് യു. സർ, ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ഇങ്ങനെ വീട്ടമ്മമാർക്കും എല്ലാം ഇതിൽ വരണം എന്ന് താല്പര്യമുണ്ട്. ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് ട്രേഡിംഗ് ഫീൽഡിനെ കുറിച്ച് ഇപ്പം ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ട്, യൂട്യൂബ് വഴിയൊക്കെ ആണെങ്കിലും ഒക്കെ. അപ്പോൾ എന്നെപ്പോലെയുള്ള ആൾക്കാരാണെങ്കിലും ഞങ്ങൾ ഇതെല്ലാം കാണുന്നുണ്ട്, പക്ഷെ ഞങ്ങൾക്ക് താല്പര്യമുണ്ട്. പക്ഷേ ഇതിലേക്ക് ഇറങ്ങാനൊരു ധൈര്യം നമുക്കുണ്ടാകുന്നില്ല. അതെന്തുകൊണ്ടാണ് അങ്ങനെ? ഇപ്പോൾ ശ്രീപ്രിയ പറഞ്ഞ പോലെ വീട്ടമ്മമാരെന്ന് മാത്രമല്ല, ഇപ്പം നമ്മൾ പറഞ്ഞ സമയത്ത് പ്രൈവറ്റ് എംപ്ലോയീസ് പറഞ്ഞു, റിട്ടയർഡ് ആൾക്കാർ പറഞ്ഞു, NRIs പറഞ്ഞു, എല്ലാവരെയും എടുക്കുമ്പോഴും ഇന്ത്യയുടെ ടോട്ടൽ പോപ്പുലേഷൻ്റെ 15% താഴെയുള്ള ആളുകൾക്ക് മാത്രമേ ഡിമാറ്റ് അക്കൗണ്ട് ഉള്ളൂ. അത് തന്നെ കേരളത്തിലേക്ക് എടുക്കുമ്പോൾ ഇപ്പം നമ്മൾ ലാസ്റ്റ് റിപ്പോർട്ട് അനുസരിച്ച് എനിക്ക് തോന്നുന്നു അറൗണ്ട് ഒരു 40 lakhs ആൾക്കാരാണ് ഡിമാറ്റ് അക്കൗണ്ടിൽ ആക്റ്റീവ് ഇൻവെസ്റ്റേഴ്സ് ഉള്ളൂ. 3 കോടിയുള്ള കേരളത്തിൽ 40, നമ്മൾ എഡ്യൂക്കേറ്റ് എന്ന് പറയുമ്പോൾ ഇന്ത്യയെ മൊത്തം പറയാൻ പറ്റില്ല. ഇപ്പോൾ കേരളം മാത്രം എടുക്കുവാണെങ്കിൽ ഇത്ര എഡ്യൂക്കേറ്റ് 100% ലിറ്ററസി ഉണ്ടായിരുന്ന സ്റ്റേറ്റിൽ പോലും 40 ലക്ഷം ആൾക്കാർക്ക് മാത്രമേ ഡിമാറ്റ് അക്കൗണ്ടിൽ ആക്റ്റീവ് ഇൻവെസ്റ്റർ ഉള്ളൂ. അതിൽ തന്നെ എനിക്ക് തോന്നുന്നു കോവിഡിന് ശേഷമാണ് ഏകദേശം 15 ലക്ഷത്തോളം ആൾക്കാർ അതിൻ്റെ അഡീഷണൽ വന്നിരിക്കുന്നത്. ഇപ്പോൾ വീട്ടമ്മമാരെ മാത്രമല്ല, എല്ലാ ആൾക്കാർക്കും ഇത്തരം കാര്യങ്ങളിലേക്കുള്ള ഒരു ഈ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ആൻഡ് ട്രേഡിങ്ങിലേക്ക് വരുന്നതിൽ ഒരു 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 ബുദ്ധിമുട്ട് എന്തോ ഒരു അവരെ ബ്ലോക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെയുള്ള ഒരു സൊല്യൂഷൻ എന്ന നിലയിലാണ് നമ്മൾ അവർക്കത് ആളുകൾ കൂടുതലായി അതിനെക്കുറിച്ച് അറിയണം, മനസ്സിലാക്കണം. അതിനാണ് നമ്മൾ മൈഫിൻ TV തുടങ്ങിയിട്ടുള്ളത്. മൈഫിൻ TVയുടെ പ്രോഗ്രാം എല്ലാം ആ രീതിയിൽ തന്നെയാണ് നമ്മൾ വിഭാവനം ചെയ്തിട്ടുള്ളത്. കറക്റ്റ് പോയിന്റിലേക്ക് വരുവാണെങ്കിൽ, വീട്ടമ്മമാരെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഒരു NRIയെ സംബന്ധിച്ചിടത്തോളം ഇത് കൃത്യമായി മനസ്സിലാക്കുക, അതിനനുസരിച്ച് ആക്ട് ചെയ്യുക എന്നുള്ളൊരു പോയിന്റാണ് അല്ലേ. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുമെന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ യൂട്യൂബ് വീഡിയോ കണ്ടു എന്ന് പറയുന്നുണ്ട്. യൂട്യൂബ് വീഡിയോ കണ്ട് വേറൊരാളുടെ ട്രേഡിംഗ് പ്രോഫിറ്റിൽ മോട്ടിവേറ്റഡ് ആയിട്ട് എനിക്കത് വേണമെന്ന് വിചാരിച്ച് ഞാനും അതുപോലെ ട്രേഡ് ചെയ്യാൻ പോയ ആളുകൾ എത്ര പേര് സക്സസ് ആയിട്ടുണ്ട് ആലോചിച്ച് നോക്കുകയെ. നമ്മൾ കഴിഞ്ഞ കോവിഡിന് ശേഷം ഏകദേശം കോഴ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് കേരളത്തിൽ എനിക്ക് തോന്നുന്നു ഏകദേശം 12ലധികം ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട്. എല്ലാം നല്ല പ്രഗത്ഭരായിട്ടുള്ള ട്രെയിനേഴ്സാണ്. ഒരാൾ പോലും അതിനകത്ത് മോശമായിട്ടുള്ള ട്രെയിനിങ് കൊടുക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അവർക്ക് നല്ല ഒരു രീതിയിൽ തന്നെയാണ് ട്രെയിനിങ് കൊടുക്കുന്നത്. പക്ഷേ അവരുടെ സ്കില്ലല്ല എൻ്റെ സ്കില്ല്, എൻ്റെ സ്കില്ലല്ല വേറൊരാളുടെ സ്കില്ല്. അപ്പോൾ നമ്മൾ ട്രേഡിങ്ങിനെ ഇൻവെസ്റ്റ്മെൻറ്റിനെ രണ്ടായിട്ട് ആദ്യം കാണണം, നമുക്ക് തിരിക്കണം അത്. ഓക്കെ, ഡിമാറ്റ് അക്കൗണ്ട് ഉണ്ടോ? ഇല്ല. അപ്പം ഡിമാറ്റ് അക്കൗണ്ട് ഇല്ല എന്ന് പറയുമ്പം തന്നെ നമ്മൾ വീഡിയോ കണ്ടിട്ട് ആദ്യം ബേസ് ചെയ്യേണ്ട സാധനത്തിൽ വന്നിട്ടില്ല. ഡിമാറ്റ് അക്കൗണ്ട് ഇല്ല. ഡിമാറ്റ് അക്കൗണ്ട് ഉള്ള ആളിൽ തന്നെ ആക്റ്റീവായിട്ട് എത്ര പേരുണ്ടെന്ന് ചോദിച്ചാൽ അതും ഉണ്ടാവില്ലല്ലോ. ഇപ്പം നമ്മുടെ ഓഫീസിൽ മാത്രമല്ല, പുറത്തെടുത്താൽ ആക്റ്റീവായിട്ടുള്ളവരും ഉണ്ടാവില്ല. ഇനി ഈ ഡിമാറ്റ് അക്കൗണ്ട് എടുത്ത് ട്രേഡിംഗ് പഠിച്ചിട്ടുള്ള ആൾക്കാരിൽ കഴിഞ്ഞ വർഷത്തെ എത്ര പേർക്കായിരിക്കും നഷ്ടം വന്നിട്ടുണ്ടാവുക? കഴിഞ്ഞ 1 year മാർക്കറ്റ് താഴോട്ട് തന്നെയാണുള്ളത്. ഓക്കെ, കഴിഞ്ഞ വർഷം ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്ത ആൾക്കാർക്കെല്ലാം മേളിലോട്ടാണ് റിട്ടേൺ, സ്റ്റോക്ക് മാർക്കറ്റ് താഴോട്ട്. കഴിഞ്ഞ 10 വർഷത്തെ കണക്കിലോ ഗോൾഡിനേക്കാൾ ബെറ്റർ റിട്ടേൺ എന്തിലാണുള്ളത്? സ്റ്റോക്കിലാണുള്ളത്. സോ അതിൽ പ്രൂവൺ ആയിട്ടുള്ള ട്രാക്ക് റെക്കോർഡാണ് അല്ലേ. അപ്പോൾ നമുക്കൊരു കൺക്ലൂഷൻ പോയിന്റ് എത്തണം. എന്താണ് കൺക്ലൂഷൻ പോയിന്റ്? ഒന്ന്, നമുക്കിതൊരു ഭയങ്കരമായ കാര്യമാണെന്ന് നമ്മൾ വിചാരിക്കില്ല. ഒരു എന്താ പറയുക, ഒരു ഭയങ്കരമായ കാര്യമാണെന്ന് വിചാരിച്ച് ഇതിനകത്ത് ഇത് പഠിക്കാൻ പറ്റുകയില്ല. ഒത്തിരി ജാർഗൻസും അതും ഇതും ടെക്നിക്കൽസും ചാർട്ട് പാറ്റേൺസും ഫണ്ടമെൻ്റൽ അനാലിസിസും പിന്നെ ബാലൻസ് ഷീറ്റ് ഏഴകീറി മുറിച്ച് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മൾ ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന പോലെ റിയൽ എസ്റ്റേറ്റ് പോലെ ഒരു സിമ്പിൾ കാര്യമാണെന്ന് ആദ്യം മനസ്സിലാക്കണം. ഓക്കെ, എന്നിട്ട് ഇൻട്രാഡേ ചെയ്യില്ല എന്നും ഓപ്ഷൻ ട്രേഡ് ചെയ്തില്ല എന്നും ആദ്യം തീരുമാനിക്കണം.
എപ്പോൾ വരെ? ഞാനിത് പഠിച്ച് എക്സ്പെർട്ട് ആകുന്നവരെ. ഓക്കെ, ആദ്യം സിമ്പിൾ കാര്യമാണെന്ന് മനസ്സിലാക്കി ഇൻട്രാഡേയും എന്ത് ചെയ്യില്ല. ഇൻട്രാഡേ എന്ന് പറഞ്ഞാൽ അന്ന് മേടിച്ച് അന്ന് കൊടുക്കുക. ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഭാവിയിലെ വിലയെ പ്രവചനത്തിനനുസരിച്ചിട്ട് ആനുപാതികം നമ്മൾ ട്രേഡ് ചെയ്യുക. ഇത് രണ്ടും എക്സ്പേർട്സിന് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. കേരളത്തിൽ ഇന്ന് പണം ഉണ്ടാക്കിയിട്ടുള്ള എല്ലാ ആൾക്കാരും ഈ തുടക്കക്കാരുടെ പണമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. നമ്മൾ യൂട്യൂബിൽ പല വീഡിയോസും കാണുമ്പോൾ ഒരാൾ ആദ്യം വന്ന് വേറൊരു കാറ് മേടിച്ചു, പിന്നെ കുറച്ച് വേറെ മേടിച്ചു, പിന്നെ വേറെ മേടിച്ചു, വേറെ പലരും പല കാര്യങ്ങളും നേടി. എവിടെ നിന്നാണ് പണം ഉണ്ടായത്? വേറൊരാളുടെ കയ്യിലിരിക്കുന്ന പണം മറ്റൊരാളുടെ കയ്യിലേക്ക് വന്നു. നമ്മൾ അറിഞ്ഞുകൊണ്ട് തന്നെ പ്രോഫിറ്റ് ഉണ്ടാക്കാനുള്ള ഇഷ്ടം കൊണ്ടും അത്യാർത്ഥി കൊണ്ടും നമ്മളുടെ ഇഷ്ടം കൊണ്ട് നമ്മൾ പോയി വീണ് കൊടുത്താണ്, അല്ലേ? നമ്മളൊരു ഡോക്ടറെ ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ. ഒരു സർജറി ചെയ്യണമെങ്കിൽ വേറെ ഒരു MBBS ഡോക്ടർക്ക് പറ്റുമോ? പ്രാക്ടീസ് ചെയ്യണം. അപ്പോൾ ഒന്ന് സിമ്പിളാണെന്ന് മനസ്സിലാക്കണം. ഒരുപാട് കാര്യങ്ങളുണ്ടെന്ന് വിചാരിച്ച് മാറി നിൽക്കരുത്. ഇതിനെ ഒരു ട്രേഡിംഗ് ആയിട്ട് ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ടും കാണണം. രണ്ട്, പ്രാക്ടീസ് ചെയ്യണം. പ്രാക്ടീസ് ചെയ്ത് അത് ട്രേഡർ ആണെങ്കിൽ, ഇൻവെസ്റ്റ്മെൻ്റ് ആണെങ്കിൽ ഒരുപാട് വലിയ കാര്യങ്ങളൊന്നും വേണ്ട. നമ്മൾ മൈഫിൻ TVയുടെ കുറേയധികം ഷോസ് ഉണ്ട്, പാക്ക് ടു പാക്ക്. 8:30 മുതൽ വൈകുന്നേരം 4 മണി വരെ നമ്മൾ കൃത്യമായി സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻസ് കൊടുക്കുന്ന ഷോസാണ് ഉള്ളത്. 8:30 മാർക്കറ്റ് പ്ലസ് തുടങ്ങി 9 മണിക്ക് മാർക്കറ്റ് സ്ക്രീനർ, 9:30 ഓപ്പണിംഗ് അവേഴ്സ് എന്ന് പറഞ്ഞു പോകുന്ന ഷോസാണുള്ളത്. അതിൽ എല്ലാം ഒരു പക്ഷേ നമുക്ക് കാണാൻ പറ്റിയെന്ന് വരില്ല. പക്ഷേ ആനുപാതികമായി കുറേയധികം ഷോസ് നമ്മൾ കാണുകയും മനസ്സിലാക്കുകയും ചെയ്യണം. കാരണം മോർ ദാൻ യൂട്യൂബേഴ്സ് നമ്മൾ വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ് അതിൻ്റെ കോണ്ടന്റ് പ്രൊവൈഡ് ചെയ്യുന്നതും പ്രൊഡ്യൂസ് ചെയ്യുന്നതും. നമ്മുടെ എക്സ്പെർട്സ് പാനലാണുള്ളത്. അപ്പോൾ മുമ്പ് ട്രേഡിംഗ് പഠിച്ചിട്ടുള്ള ആൾക്കാർക്ക് ഇപ്പോൾ ആ ട്രേഡിംഗ് ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ ചെയ്യുമ്പോൾ അവർക്കത് പ്രോഫിറ്റബിൾ ആണോ? മജോറിറ്റി നഷ്ടത്തിൽ തന്നെയാണുള്ളത്. സെബി തന്നെ പറയുന്നുണ്ടല്ലോ, കണക്കുകൾ പറയുന്നുണ്ടല്ലോ, 90% ആൾക്കാരും നഷ്ടത്തിലാണെന്ന് അവർ തന്നെ പറയുന്നുണ്ട്, പ്രത്യേകിച്ചും ഓപ്ഷൻ ട്രേഡിങ്. എന്നാലും ആളുകൾ പോയി വീണ്ടും പെട്ടെന്ന് പൈസ ഉണ്ടാക്കുക. ഇത് മാത്രമല്ല, സ്റ്റോക്ക് മാർക്കറ്റ് എന്നല്ല, പെട്ടെന്ന് പണം ഉണ്ടാക്കണമെന്ന് എവിടെയെല്ലാം കാണുന്നു അവിടെ എല്ലാം ആളുകൾ, പ്രത്യേകിച്ച് മലയാളികൾ വീഴാറുണ്ടല്ലോ. അതുപോലെ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ടാണോ ഇപ്പം നമ്മുടെ മാർക്കറ്റ് ഹീറോസിൽ ഗസ്റ്റിനെ കിട്ടാറ്? തീർച്ചയായിട്ടും മാർക്കറ്റ് ഹീറോസിൽ എത്രയോ നല്ല ട്രേഡേഴ്സും പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ട്രേഡേഴ്സ് വന്നിട്ടുള്ളതാണ്. ഇപ്പോൾ ഷിജുമോൻ ആനണി, സുനിൽ ബത്തായി, ബിലാൽ, ദെൻ ലിവ്ലോങ് ഹരി, മില്യൺ ഡോട്ട്സിലെ കെൻസ്, ഇവരൊക്കെ വന്ന് നമ്മൾ അവരുടെ പ്രോഫിറ്റും അവരുടെ ഇതെല്ലാം ഉള്ളതുകൊണ്ടാണ് അവരെല്ലാം നമ്മൾ മാർക്കറ്റ് ഹീറോസിൽ കൊണ്ടുവന്നത്. പക്ഷേ പിന്നീട് നമ്മൾ പരസ്യം കൊടുത്തിട്ട് മാർക്കറ്റ് ഹീറോസിൽ ഇരിക്കാൻ ആളെ കിട്ടുന്നില്ല. മാർക്കറ്റ് ഹീറോസിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മാർക്കറ്റിൽ ട്രേഡ് ചെയ്ത് പ്രോഫിറ്റ് ഉണ്ടാക്കിയ ആൾക്കാരുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്ന പ്രോഗ്രാമാണ്. പക്ഷേ നമ്മൾ ഇത്രയും പരസ്യം കൊടുത്തും കിട്ടുന്നില്ല. അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ നമ്മൾ ചോദിക്കുന്നുണ്ട്, പ്രോഫിറ്റ് റിവീൽ ചെയ്യാൻ പറയുന്നുണ്ട്. വെറുതെ ഞാൻ ഹീറോ എന്ന് വന്നിട്ട് കാര്യമില്ല, പ്രോഫിറ്റ് നമുക്ക് കാണിച്ചു തരണം. അപ്പോൾ ഇത്രയും വലിയ എക്സ്പേർട്ട് ആയിട്ടുള്ള ആൾക്കാർക്ക് പ്രോഫിറ്റ് കിട്ടാനിരിക്കുമ്പോഴാണ് നമ്മൾ പറയുന്നത് വീട്ടമ്മമാർ മുതലുള്ള ആളുകൾക്ക് ഇതിലേക്ക് എത്താൻ പറ്റുമെന്ന്. ആ പറഞ്ഞതിൻ്റെ ഒരു ഇൻ്റലിജൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇപ്പോൾ വീട്ടമ്മമാരുടെ ഒരു സ്വഭാവ രീതിയൊക്കെ ഈ ട്രേഡിങ്ങുമായിട്ട് കണക്റ്റഡാണ്. നമ്മൾ പല ട്രേഡേഴ്സ്, ഇപ്പോൾ ഒരു കമ്മ്യൂണിറ്റി ഇന്ത്യയിൽ പൊതുവെ, കേരളത്തിലൊക്കെ ഞാൻ കാണുന്നുണ്ട് ഡെവലപ്പായി വരുന്നത്. വീട്ടമ്മമാരെന്നല്ല, വുമൺ കമ്മ്യൂണിറ്റി, അവർ ട്രേഡിങ്ങിന് ഇൻവെസ്റ്റ്മെൻറ്റ്സിനും ഇഷ്ടപ്പെട്ടിട്ട് അവർ കുറച്ച് പണമൊക്കെ സ്വരൂപിച്ചിട്ട് ഒരു ഡേ ട്രേഡിങ്ങോ അല്ലെങ്കിൽ ഒരു 5 days അല്ലെങ്കിൽ സ്വിംഗ് ട്രേഡിങ്ങോ ഒക്കെ ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാരുടെ കമ്മ്യൂണിറ്റി. ഇപ്പോൾ നമ്മുടെ മൈഫിൻ TVയുടെ ഇതിലാണെങ്കിലും ഒത്തിരി വീട്ടമ്മമാർ സബ്സ്ക്രിപ്ഷൻ എടുക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ അവരെ വിളിക്കുമ്പോൾ, ഫോളോ അപ്പ് ചെയ്യാൻ വേണ്ടി വിളിക്കുമ്പോൾ ചോദിക്കും, എന്തുകൊണ്ടാണ് നിങ്ങളിതിങ്ങനെ സബ്സ്ക്രൈബ് ചെയ്തത്, നിങ്ങൾക്ക് വേണ്ടിയിട്ട് തന്നെയാണോ എന്ന് ചോദിക്കുമ്പോൾ അവർ പറയും, ഇങ്ങനെ കുറേ പ്രോഗ്രാംസൊക്കെ ഞങ്ങൾ കാണാറുണ്ട്, അപ്പം ഞങ്ങൾക്കും ഇതൊന്ന് ചെയ്താൽ കൊള്ളാം, അതിനുവേണ്ടി പഠിക്കാൻ വേണ്ടിയിട്ടാണ് സബ്സ്ക്രൈബ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം അവർക്കൊക്കെ അത് കാര്യമായിട്ട് അതിലെത്തണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ ഇപ്പം നമ്മളീ പറഞ്ഞ പോലെ ഇത്ര എക്സ്പേർട്സ് ആയിട്ടുള്ള ആളുകൾക്ക് പറ്റാത്തപ്പം നമുക്കും പറ്റുമോ എന്നൊരു ചിന്തയും കൂടെ നമുക്ക് വരും. കറക്റ്റാണ്. എന്നാലും അതിനകത്തൊരു സൂചന വെച്ചിട്ടുണ്ട് അല്ലേ. വീട്ടമ്മമാരുടെ ഒരു സ്വഭാവ രീതി എന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ ഹൗസ് വൈഫ് അവരൊരു എന്താ പറയുക, സമാധാന അല്ലേ, ഒരു കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ളൊരു നേച്ചറായിരിക്കും. പിന്നെ ഒരു ഫിനാൻഷ്യൽ കൺട്രോൾ ആയിരിക്കും വീട്ടിലെ, അല്ലേ. പിന്നെ നമുക്കുള്ളൊരു ഓവർ കോൺഫിഡൻസ് ആയിരിക്കില്ല. ഇപ്പോൾ മെയിൽ കമ്മ്യൂണിറ്റി പെട്ടെന്ന് കുറേ കാര്യങ്ങൾ ഇങ്ങനെ പെട്ടെന്ന് ചെയ്യണം, എനിക്കത് ചെയ്യാൻ പറ്റുമെന്നൊരു കോൺഫിഡൻസ് ഉള്ളവരായിരിക്കും. പക്ഷേ നമ്മളൊരു വുമൺ കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ അവരെ നോക്കുന്ന സമയത്ത് അവരെല്ലാം ഒന്ന് ആലോചിച്ചിട്ട് ചെയ്യുള്ളൂ. സ്റ്റോക്ക് മാർക്കറ്റിൽ സക്സസ് ആകാൻ ഇതാ വേണ്ടേ,
നമ്മൾ എന്താ പറയുക, ഒരു ഫ്രീ മൈൻഡായിരിക്കുക. ദെൻ ഒരു എടുത്തിയാടി ചെയ്യാതിരിക്കുക, നമ്മൾ പ്രോഫിറ്റിൻ്റെ പുറകെ പോകാതിരിക്കുക. പിന്നെ നമ്മുടെ മൈഫിൻ ടി വി ഇവരെന്തുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യാനുള്ള റീസൺ എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഫൈനാൻഷ്യൽ പ്ലാനിങ്ങിൻ്റെ വീഡിയോസ് ഉണ്ട്. അപ്പോൾ അവർ നോക്കുന്ന സമയത്ത് അവരുടെ കുട്ടിയുടെ എഡ്യൂക്കേഷൻ, മാരേജ്, അല്ലെങ്കിൽ ഹയർ എഡ്യൂക്കേഷൻ, റിട്ടയർമെൻറ്റ് പ്ലാനിങ്, അങ്ങനെ പല പല പേഴ്സണൽ ഫിനാൻസ് ഷോസ് ഉണ്ടല്ലോ. അതിൽ പ്രീമിയം കണ്ടൻറ്റുകൾ നമ്മൾ ഹൈ ക്വാളിറ്റിയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് കൂടെ ഒരു കാരണമാവാം. അപ്പോൾ ഈ വീട്ടമ്മമാർക്ക് ട്രേഡിംഗ് ചെയ്യുന്നതിലാണോ കുറച്ചും കൂടെ നല്ലത്, അതോ ഇൻവെസ്റ്റ് ചെയ്യുന്നതിലാണോ? ഡിപ്പെൻഡ് അപ്പോൾ നമുക്കിപ്പോൾ ജനറലൈസ് ചെയ്തങ്ങ് പറയാം. ആദ്യം ഞാൻ പറയാം ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാന്നുള്ളതാണ്. ഓക്കെ, നമ്മൾ ഒരു കുറച്ച് എമൗണ്ട്, ഒരു 50,000 ഉള്ള ഒരു എമൗണ്ടുമായിട്ട് തുടങ്ങാം. അപ്പോൾ നമുക്കത് വീട്ടമ്മമാർ തന്നെ തുടങ്ങാൻ നോക്കും വിചാരിക്കുക. അപ്പോൾ ഡിമാറ്റ് അക്കൗണ്ട് എടുക്കണം. വീഡിയോ കണ്ടുകൊണ്ട് കാര്യമില്ല, ഡിമാറ്റ് അക്കൗണ്ട് എടുക്കണം. എന്നിട്ട് മൈഫിൻ ടി വിയുടെ പ്രീമിയം സബ്സ്ക്രൈബ് ചെയ്യണം. അതിൻ്റെ അകത്ത് 45-50 മിനിറ്റ് വരുന്ന വീഡിയോസ് ഉണ്ട്, 3 മിനിറ്റ് 4 വരുന്ന, അതൊക്കെ ഒന്ന് ആദ്യം കാണണം. കുറേ പ്രോഗ്രാംസ് ഉണ്ട്. അതിൽ പ്രീമിയം സബ്സ്ക്രൈബ് ചെയ്തിട്ട് സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ചുള്ള 55 വീഡിയോസ് ഉണ്ട്. ആ വീഡിയോ മൊത്തം കാണണം. അത് നമ്മൾ വെൽ ആനിമേറ്റഡ് ആയിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളതാണ്. ഒന്ന്. സെക്കൻഡ്, നമ്മുടെ മൈഫിൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിനാൻസ് ആൻഡ് ബിസിനസ്സിൽ നമ്മൾ പുതിയതായി 3-4 കോഴ്സുകൾ തുടങ്ങുന്നുണ്ട്. അതിൽ നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ആണ് പഠിപ്പിക്കുന്നത്, ട്രേഡിംഗ് അല്ല പഠിപ്പിക്കുന്നത്. ഇൻവെസ്റ്റ്മെൻറ്റ്സ്, ഒരാൾ എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യണം, അതിലെങ്ങനെയാണ് പ്രോഫിറ്റ് ആക്കേണ്ടത്, അതിലെന്തൊക്കെ നഷ്ടം വരാതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം, തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് പഠിപ്പിക്കുന്നത്. നമ്മുടെ മൈൻഡിലുള്ള ഒറ്റ പോയിന്റ് എന്താണ്, അടുത്ത വർഷം ആകുമ്പോഴത്തേക്കോ അല്ലെങ്കിൽ ഇപ്പോഴോ കുറച്ച് പ്രോഫിറ്റ് ഇടയ്ക്കിടയ്ക്ക് കിട്ടണം. അടുത്ത വർഷം ആകുമ്പോഴത്തേക്ക് നല്ലൊരു ഡീസൻ്റ് ആയിട്ടുള്ള ഒരു പ്രോഫിറ്റ് കിട്ടണം. അതാണ് നമ്മൾ പറയുന്നത്. ഇതിനു മുമ്പ് നമുക്ക് അങ്ങനെ 2 സക്സസ് സ്റ്റോറീസ് ഉണ്ട്. ഒന്ന് നമ്മൾ ബഡ്ജറ്റിന് പറഞ്ഞിരുന്നു, 2 RBIയുടെ മോണിറ്ററി പോളിസിക്ക് മുമ്പും പറഞ്ഞിരുന്നു. കുറച്ച് സ്റ്റോക്കുകളൊക്കെ വാച്ച് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു. അന്ന് പറഞ്ഞ സ്റ്റോക്കുകളൊക്കെ തന്നെ ഇന്നും നമ്മൾ വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്യാൻ പറയുന്നു. അതായത് 52 ആഴ്ചത്തെ ലോ ആയിട്ടുള്ളതും മോണോപോളി സ്റ്റോക്കായിട്ടുള്ള അതാണ് നമ്മൾ പറയുന്നത്. അതിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. നമ്മൾ വേണമെങ്കിൽ ഒന്നുകൂടെ ഡിസ്ക്രിപ്ഷനിൽ വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്യേണ്ട സ്റ്റോക്കുകളൊക്കെ നമുക്കൊന്ന് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ നമ്മൾ ഈ വർഷം വിഷുവിന് ഇതെല്ലാം നട്ട് അടുത്ത വർഷമല്ല, ഇതിനിടയ്ക്ക് നമുക്ക് പ്രോഫിറ്റ് എടുക്കാം. കാരണം നമ്മൾ ബഡ്ജറ്റിൻ്റെ മുമ്പ് പറഞ്ഞിരുന്നതിൽ 4-5 തവണ വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്ത പ്രോഫിറ്റ് നന്നായി കയറിയിരുന്നു, പിന്നെ താഴെ പോയി. അപ്പോൾ അപ്പോഴൊക്കെ നമ്മൾ പറയുന്നുണ്ട് വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്തോളൂ, ടൈമായി എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ അവർക്ക് അതിനകത്ത് നിന്ന് ഇടയ്ക്കിടയ്ക്ക് പ്രോഫിറ്റ് ആക്കാനുള്ളതും കിട്ടി. ഇതേ സിസ്റ്റം തന്നെയാണ് വീട്ടമ്മമാർ ആദ്യം ചെയ്യേണ്ടത്. എന്നാലും ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, സബ്സ്ക്രൈബ് ചെയ്ത ആൾക്കാർ അവർ പറയുന്നുണ്ട്, അവർ 1 മണിക്കൂറെങ്കിലും അവർ ഇതിനു വേണ്ടി മാറ്റി വെക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. ഈ വീഡിയോസ് കാണാൻ വേണ്ടിയിട്ടൊക്കെ മാറ്റി വെക്കുന്നുണ്ട്. അപ്പം അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അവർ പഠിക്കാനും ശ്രമിക്കുന്നുണ്ട്. അപ്പം സമയം ഇല്ലെങ്കിൽ പോലും സമയം എടുത്തവർ പഠിക്കുന്നുണ്ട്. നമുക്കൊരു 10 തൊട്ട് രാവിലെ 9:30 മുതൽ 10:30 വരെ മൈഫിൻ ടി വിയുടെ ഓപ്പണിംഗ് അവർ കാണണം. ഓപ്പണിംഗ് അവേഴ്സ് പറഞ്ഞ ഷോ കാണണം. രണ്ടാമത്തെ എൻ്റെ സെഷനാണ്. 3, നമ്മൾ മൈഫിൻ ടി വി വെബിനാർ സംഘടിപ്പിക്കുന്നുണ്ട്. നമ്മുടെ ഷോസിന് പുറമെ നമ്മൾ ആക്റ്റീവ് ഇൻവെസ്റ്റേഴ്സിനെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെബിനാർസ് ഉണ്ട്. ഇപ്പോൾ ഫ്രീ വെബിനാർ ഐ തിങ്ക് ഈ മാസം 25-26 തീയതികളിലൊക്കെ വരുന്നുണ്ട്. നമ്മളത് അഡ്വർടൈസ്മെൻറ്റ് കൊടുക്കും. അപ്പോൾ ആ വെബിനാറിൽ, ഫ്രീ വെബിനാറിൽ പങ്കെടുത്തിട്ട് ഇതെന്താണെന്നൊന്ന് മനസ്സിലാക്കണം. അപ്പോൾ നമ്മുടെ മിസ്റ്റർ പ്രദീപ് ചന്ദ്രശേഖർ, അദ്ദേഹം നമ്മുടെ എല്ലാ ദിവസവും കഴിഞ്ഞ 4 വർഷമായിട്ട് മാർക്കറ്റ് പ്ലസിൽ ഗസ്റ്റായിട്ട് വന്നിരിക്കുന്ന ആളാണ്. അദ്ദേഹം 50,000-ലധികം ആൾക്കാരെ ഓൾറെഡി ട്രെയിൻ ചെയ്ത് കഴിഞ്ഞു. 50,000 ആൾക്കാരെ അക്രോസ് ഇന്ത്യ. അദ്ദേഹമാണ് നമ്മുടെ ഇതിനുള്ള അഡ്വൈസ് കൊടുക്കുന്നത്. ഇപ്പോൾ ആൾക്കാർക്ക് എങ്ങനെയാണ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് ക്രിയേറ്റ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് നല്ലൊരു പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്യേണ്ടത്, എങ്ങനെ മ്യൂച്വൽ ഫണ്ട് ബെറ്റർ ആക്കാം, ഇതെല്ലാം നമ്മൾ കൃത്യമായി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞതിൽ 3 കാര്യത്തിലേക്ക് ചുരുക്കണം. ഒന്ന്, ഒരു ഹൗസ് വൈഫ്, പ്രൈവറ്റ് എംപ്ലോയി, NRI, റിട്ടയർഡ്, അവരൊരു സമയം മാറ്റി വെക്കണം പർപ്പസ്ഫുള്ളി. പിന്നെ അതിനൊരു ഫീസ് ഉണ്ടാവും പഠിക്കാൻ വേണ്ടിയിട്ട്. ആ ഫീസ് നമ്മൾ അടയ്ക്കണം. ഏത് പ്രീമിയത്തിൻ്റെ സബ്സ്ക്രിപ്ഷനാണ്, പ്രീമിയം സബ്സ്ക്രിപ്ഷൻ എടുത്തിട്ട് അത് അടയ്ക്കണം. then കൂടുതൽ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വെബിനാറിൽ അറ്റൻഡ് ചെയ്തിട്ട് നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്യണം. കോഴ്സ് എന്ന് പറഞ്ഞാൽ ഇൻവെസ്റ്റ്മെൻറ്റ്സ് എങ്ങനെ മാനേജ് ചെയ്യാന്നുള്ള കോഴ്സാണ്. ഇതൊരു 2-3 മന്തിൻ്റെ ജോലിയാണ്, 2-3 മാസം. ദെൻ നമ്മുടെ കോഴ്സ് അഗ്രസീവായിട്ട്, ഇന്നിപ്പോൾ ഞാനൊരു സ്റ്റോക്ക് വാങ്ങി 5 ദിവസം എൻ്റെ കൈ വെച്ചു, എനിക്കൊരു 10% പ്രോഫിറ്റ് കിട്ടി. 1 ലക്ഷം രൂപ നിക്ഷേപിച്ചു, 1 ലക്ഷം രൂപ 5 ദിവസം കൊണ്ട് 10,000 ആയി. 10,000 കൂടി. അപ്പോൾ ഞാനത് 1,10,000 ഞാൻ 10,000 രൂപ പ്രോഫിറ്റ് എടുത്തു, എൻ്റെ പോക്കറ്റിൽ വെച്ചു. അപ്പോൾ ഇത് വീട്ടമ്മയ്ക്ക് ചെയ്യാൻ വേണ്ടി ഭയങ്കര കാര്യങ്ങളൊന്നും പഠിക്കേണ്ട, സിമ്പിളാണ്.
അപ്പോൾ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാനുള്ള ഒരു തുകയും കൂടി സ്വരൂപിക്കണം ഈ ഒരു 2-3 മാസത്തിനുള്ളിൽ. അപ്പോൾ നമ്മളിപ്പോൾ സംസാരിക്കുമ്പം ഏപ്രിൽ മെയ് ജൂണും കൊണ്ട് പഠനവും കംപ്ലീറ്റ് ആവണം, ഒരു പോർട്ട്ഫോളിയോയും ബിൽഡ് ചെയ്യണം, ഒരു പ്രാക്ടീസ് ചെയ്ത് ഒരു 80% കംപ്ലീറ്റ് ആവണം മെയ് ഒക്കെ കഴിയുമ്പോഴത്തേക്ക്. അപ്പോൾ നമ്മുടെ 2 മാസം നീണ്ടു നിൽക്കുന്ന ഒരു കോഴ്സുണ്ട്, ഇൻവെസ്റ്റ്മെൻറ്റ് മാനേജ്മെൻറ്റ്. അത് ഇന്ന് ഇന്ത്യയിൽ കൊടുക്കാവുന്ന ഏറ്റവും കുറഞ്ഞ റേറ്റ് കുറച്ച് നമ്മൾ കൊടുക്കും. ഇന്ന് ഇന്ത്യയിൽ കൊടുക്കുക ഏറ്റവും കുറഞ്ഞ റേറ്റിലാണ് കൊടുക്കുക. ആ കോഴ്സിൽ ജോയിൻ ചെയ്യണം. അപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റ് പഠിപ്പിക്കുന്നുണ്ട്, അതിൽ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം പഠിപ്പിക്കുന്നുണ്ട്. എന്നിട്ട് ഇതൊരു 1 മന്തും കൂടെ നമുക്കൊന്ന് റിവ്യൂ ചെയ്യണം. അപ്പോൾ ഏകദേശം ജൂൺ ജൂലൈ ആകുമ്പോഴത്തേക്ക് ആ ഒരു സിസ്റ്റത്തിലേക്ക് വരും. പിന്നെ നമുക്ക് 8 മാസം എന്ന് പറയുന്നത് പ്രോഫിറ്റ് എടുക്കാനും അല്ലെങ്കിൽ അത് വീണ്ടും മുന്നോട്ട് കൊണ്ടുപോകാനുമാണ്. ഇപ്പോൾ ട്രംപൊക്കെ എപ്പോഴാണ് ഏതൊക്കെ തീരുമാനം എടുക്കുന്നതെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ചിലപ്പോൾ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകേണ്ടി വരും. മേ ബി ട്രംപിന് പകരം വേറൊരാളാവാം, വേറെ സിറ്റുവേഷൻ ആവാം. അപ്പോൾ ഡിപ്പെൻഡ് അപ്പോൾ നമ്മളൊരു 1 ഇയറിൻ്റെ ഇത് കാര്യങ്ങൾ കാണുക, 1 ഇയറിലേക്ക് കാണുക. ബട്ട് നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാകുന്ന സമയങ്ങളിൽ നമുക്കത് ബുക്ക് ചെയ്ത് പോകാം. അതിൽ ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടാവാം, കുട്ടികൾക്ക് വേണ്ടിയുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ ചെയ്യാം, റിട്ടയർമെൻറ്റ് പ്ലാൻ ചെയ്യാം, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് പ്ലാൻ ചെയ്യാം. സ്വാഭാവികമായും ഒരു ശക്തമായ തീരുമാനമെടുത്ത് ഈ 25-ാം തീയതിക്ക് മുമ്പ് രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ്. ദെൻ ബാക്കി നമ്മൾ ഓരോന്നും പതിയെ പറഞ്ഞു കൊടുക്കും. കാരണം നമ്മളെല്ലാവരും ഒരു ട്രാൻസ്ഫോർമേഷന് പോവുമല്ലേ, എന്താണ് വെൽത്ത് ക്രിയേഷൻ്റെ ഒരു ട്രാൻസ്ഫോർമേഷൻ സ്റ്റേജാണ്. അപ്പോൾ ഈ കോഴ്സ് എടുക്കുന്ന ആളുടെ ക്വാളിഫിക്കേഷൻ, എക്സ്പീരിയൻസ് ഇതൊക്കെ എന്തായിരിക്കും? ഞാൻ മിസ്റ്റർ പ്രദീപ് ചന്ദ്രൻ്റെ സാറിൻ്റെ ഞാൻ പറഞ്ഞു. പിന്നെ നമുക്കൊരു ആനന്ദ് KJ എന്ന് പറഞ്ഞിട്ടൊരു ട്രെയിനറൂടെ ഉണ്ട്. അദ്ദേഹം അറൗണ്ട് 1000-ലധികം ആൾക്കാരെ ട്രേഡിങ് ബേസിൽ പഠിപ്പിച്ച. അപ്പോൾ നമുക്കൊരു ട്രേഡേഴ്സ് ബൂട്ട് ക്യാമ്പ് എന്ന് പറഞ്ഞിട്ടൊരു പ്രോഗ്രാമുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ A to Z സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ബേസിക് മുതൽ ഷെയർ എന്താണെന്ന് മുതൽ ഓപ്ഷൻ ട്രേഡിങ്ങിൻ്റെ അൽഗോ ട്രേഡിങ്ങിൻ്റെ സിസ്റ്റം എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്ന് വരെയുള്ള നമ്മൾ 2 മാസം കൊണ്ട് പഠിപ്പിക്കും. 50 മണിക്കൂർ ക്ലാസ്സാണ്. അപ്പോൾ അദ്ദേഹം മിസ്റ്റർ ആനന്ദ് KJ ആണ്, പല ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഹെഡായിട്ടിരുന്ന ആളാണ്. ഇതിൻ്റെ ഇപ്പം നമുക്ക് വീഡിയോ റെക്കോർഡ് ചെയ്ത സംഭവങ്ങളുണ്ടോ? അതെ, അതാണ് ആദ്യം പറഞ്ഞത്. നമുക്ക് 50 വീഡിയോ ഓൾറെഡി റെക്കോർഡഡ് വീഡിയോ നമ്മുടെ യൂട്യൂബിൽ നമ്മുടെ മൈഫിൻ TVയുടെ മൊബൈൽ ആപ്പിലുണ്ട്. 50 വീഡിയോസ് ഓൾറെഡി ഉണ്ട്. അത് നമ്മൾ പ്രീമിയം സബ്സ്ക്രിപ്ഷൻ എടുക്കുന്ന ആൾക്ക് അത് ഫ്രീ ആണ്. നമ്മുടെ പരസ്യം കണ്ടിട്ടില്ലേ, ബൂസ്റ്റിൻ്റെ 15 രൂപയാണല്ലോ ബൂസ്റ്റ്. അപ്പോൾ ഒരാൾ അയാളുടെ ഫൈനാൻഷ്യൽ ഇമ്മ്യൂണിറ്റി, ഹെൽത്ത് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ബൂസ്റ്റിന് കൊടുക്കുന്ന 15 രൂപ പോലെ തന്നെ നമ്മൾ 14 രൂപ എടുക്കുന്നത്, 14 രൂപ എവറി ഡേ ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്യുക. ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ ആണെന്നും ഇൻട്രാഡേ ആണെന്നുള്ള കൺസെപ്റ്റ് മാറ്റുക, ഒരു ശീലമാക്കുക, ഒരു ബിസിനസ് ഇൻവെസ്റ്റ്മെൻറ്റ് കമ്മ്യൂണിറ്റീനെ നമുക്ക് ബിൽഡ് ചെയ്യുക, ഒരു പ്രോഫിറ്റബിൾ ആയിട്ടുള്ള. അപ്പോൾ ചോദിക്കും, ബിയർ മാർക്കറ്റിൽ എങ്ങനെ പ്രോഫിറ്റ് ഉണ്ടാക്കുന്നത് അല്ലേ? അതായത് മാർക്കറ്റ് താഴോട്ട് മാത്രം പോകുന്ന സമയത്ത് എങ്ങനെ പ്രോഫിറ്റ് ഉണ്ടാകുന്നത്? പക്ഷേ എല്ലാ ദിവസവും എല്ലാ ആഴ്ചയും മാർക്കറ്റ് താഴെ പോകുന്നില്ല. അത് നമുക്ക് ഒരു പ്ലാൻ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. 5 ഡേ 10 ഡേയ്സ് നമ്മൾ സ്റ്റോക്ക് വാങ്ങുന്നു, റെക്കമെൻഡേഷൻ സെബി രജിസ്റ്റേർഡ് അനലിസ്റ്റിൻ്റെ റെക്കമെൻഡേഷൻ വഴി സ്റ്റോക്ക് വാങ്ങുന്നു. മേ ബി 5 ഡേയ്സ് കഴിയുമ്പോൾ അത് നമ്മൾ സെല്ല് ചെയ്യും. ഷോർട്ട് ടൈം സ്വിംഗ് ട്രേഡിങ് 5 ഡേയ്സ് ആയിരിക്കും അതിൻ്റെ കാലാവധി. അപ്പോൾ ഇതിൽ നമുക്ക് ഇതിൻ്റെ റിസ്ക് ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങളെക്കുറിച്ചും പറഞ്ഞു കൊടുക്കാറില്ലേ? ഉണ്ട്. പിന്നെ ഈ റിസ്ക് പഠിപ്പിക്കണമല്ലോ ഒരാളുടെ. ഇപ്പോൾ പണ്ട് നമ്മൾ ആദ്യം ഈ വീട്ടമ്മമാരുടെ കോഴ്സിനെ കുറിച്ച് പറഞ്ഞ സമയത്ത് ഒരാൾ വന്ന് പറഞ്ഞു, ഇനി വീട്ടമ്മമാരെയും കൂടെ ശരിയാക്കി എടുത്താൽ മതി, ബാക്കിയൊക്കെ ശരിയായി. വന്നിട്ടുണ്ട്, ഞാനത് വായിച്ചിരുന്നു. അതായത് അവരുടെ കയ്യിലിരിക്കുന്ന പൈസയും കൂടെ. അപ്പോൾ നമ്മൾ അതിനകത്ത് കൃത്യമായും റിസ്ക് റിവാർഡ് എന്ന് പറയുന്ന റേഷ്യോ ഉണ്ട്. നമുക്കൊരു ഇൻട്രാഡേ ചെയ്യുന്ന ആളുകൾ, ഇന്ന് മേടിച്ച് ഇന്ന് വിറ്റ് പ്രോഫിറ്റ് ആക്കാൻ വേണ്ടി നോക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ അതിന് നമ്മളൊരു നിശ്ചിതമായിട്ടുള്ള ഒരു സ്ട്രാറ്റജി, നമുക്കൊരു 10-ലധികം സ്ട്രാറ്റജീസ് ബിൽഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചോദിക്കും, ഇപ്പം നമ്മൾ ഇതൊക്കെ വെറുതെ അങ്ങ് പറയാമെന്നല്ലാതെ ഇതൊന്നും പ്രായോഗികമാകില്ല. 10 സ്ട്രാറ്റജി 10 ടെക്നിക്സ്, അൽഗോ ട്രേഡിങ്ങിൻ്റെ തിയറീസ്, ഇതൊക്കെ എനിക്ക് തോന്നുന്നു ഈ വേർഡ്സ് ഒക്കെ പറയുമ്പോൾ സാധാരണക്കാരായ ആൾക്കാർ വിചാരിക്കുന്നത് ഭയങ്കര ഒരു കാര്യമില്ല. ഇത് ഓൺലി മൈൻഡ് സെറ്റാണ്. ട്രേഡിംഗ് പഠിച്ചിട്ട് ഒത്തിരി പേര് സക്സസ് ആവുന്നുണ്ട്. പക്ഷേ ആ സക്സസ് ആണെങ്കിൽ നമ്മളിത് ഡിസ്കസ് ചെയ്ത് പറഞ്ഞിരുന്നില്ലേ, ഈ എല്ലാവരും ഡോക്ടർമാരാണ് പഠിക്കുന്നത്, പക്ഷേ സർജൻ ആകുന്നവർ അതിനുവേണ്ടി മാത്രമായിട്ട് ഫോക്കസ് ചെയ്തിട്ട് സർജറി ചെയ്താൽ അത് പ്രാക്ടീസ് ചെയ്താലേ സർജൻ ആവുന്നുള്ളൂ. ഈ കോഴ്സിൽ തന്നെ നമുക്ക് ഈ ട്രെയിനിങ് കൊടുക്കുന്ന ആളുകളുമായിട്ട് നേരിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുമോ? നമ്മുടെ ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ചോദിക്കാൻ പറ്റും.
അത് നമുക്ക് കമ്മ്യൂണിറ്റി ഗൈഡൻസ് ഒക്കെ കമ്മ്യൂണിറ്റി ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഫ്രീ വെബിനാറുകൾ വെക്കുന്ന സമയത്ത് വരാം. അത് ഈ കോഴ്സിന്റെ പീരീഡിൽ മാത്രമേ അല്ല ഉള്ളൂ? അത് ലോങ് ടൈം ആണല്ലോ. അപ്പോൾ അതിപ്പോൾ നമ്മൾ കഴിഞ്ഞ 3-4 വർഷമായിട്ട് സ്റ്റോക്ക് മാർക്കറ്റ് വീഡിയോസും സ്റ്റോക്ക് മാർക്കറ്റ് ഇൻവെസ്റ്റ്മെന്റ്സിനെ കുറിച്ചും കൃത്യമായിട്ട് പറഞ്ഞു പോകുന്നതല്ലേ. അപ്പോൾ അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ഈസി കാര്യമാണ്. കാരണം ഓൾറെഡി നമുക്കിവിടെ അതിനുള്ള സംവിധാനമുണ്ട്. നമ്മുടെ ഈ കോഴ്സിൽ ഫണ്ടമെന്റൽ അനലൈസിസിനെ കുറിച്ചിട്ടും ടെക്നിക്കൽ അനലൈസിസിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ടല്ലോ. ഇതൊക്കെ ഒരു സാധാരണക്കാരായ വീട്ടമ്മമാരെ പോലുള്ളവർക്ക് കേട്ട് കഴിഞ്ഞാൽ അവർക്ക് ഇതെന്തോ വലിയ സംഭവമാണെന്ന് തോന്നും. നമുക്കറിയാവുന്ന ചെറിയ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെയാണല്ലോ. അപ്പൊ ഇങ്ങനത്തെ പേരുകളൊക്കെ കേട്ട് കഴിയുമ്പോൾ നമുക്ക് ആദ്യം തോന്നുന്നു, അയ്യോ എനിക്കിതൊന്നും പറ്റത്തില്ല, ശരി, എനിക്ക് പറ്റിയ പണിയല്ല. സാമ്പാർ ഉണ്ടാക്കാൻ അറിയാവോ? സാമ്പാർ ഉണ്ടാക്കാൻ അവിയൽ അറിയാവോ? അന്നാ ഇത്രയും ബുദ്ധിമുട്ടില്ല ഇത് പഠിക്കാൻ. അത്രയും ബുദ്ധിമുട്ടില്ല. നമ്മളിത് ഇത് ചെയ്തല്ലേ നമ്മൾ ഓരോ കാര്യം പഠിച്ചേ. അപ്പോൾ ഇപ്പം വീട്ടമ്മമാരെന്ന് പറഞ്ഞാൽ നമ്മൾ പലപ്പോഴും കേട്ടിട്ടില്ല, ലോകത്ത് ഏറ്റവും ബുദ്ധിമുട്ടുള്ള ജോലി അല്ലാന്ന് ഏതാണെന്ന് ചോദിച്ചാൽ ഹൗസ് വൈഫിൻ്റെ ജോലിയാണെന്ന് പറയുക. നമ്മളെല്ലാവരെയും മാനേജ് ചെയ്യണം. അപ്പോൾ വീട്ടമ്മമാരെന്ന് പറഞ്ഞാൽ അവർ ഫാമിലിയിലെ ഫിനാൻസ് കൺട്രോളറാണ് അല്ലേ? ഫിനാൻസ് കൺട്രോളറാണ്. പിന്നെ എടുത്തുകാരി ഡിസിഷൻ എടുക്കില്ല. സ്റ്റോക്ക് മാർക്കറ്റിൽ ഏറ്റവും വേണ്ടത് ക്ഷമയാണ് വേണ്ടത്. ഒരു ട്രേഡിങ്ങിൽ ഒരു എൻട്രി ഇട്ട് കഴിഞ്ഞാൽ നമ്മളൊരു ലെവൽ നിശ്ചയിച്ചിട്ട് ഈ ലെവലിൽ സ്റ്റോക്ക് വാങ്ങാമെന്ന് നമ്മൾ തീരുമാനം എടുത്താൽ ചിലപ്പോൾ ആ ലെവലിൽ വരാൻ 3 ദിവസം എടുക്കും. ഇന്ത്യയിൽ പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഒരു ട്രേഡർ പ്രൈസ് ആക്ഷനെ ബേസ് ചെയ്തിട്ടാണ് അയാൾ ട്രേഡ് ചെയ്യുന്നത്. അയാൾ 3-ാമത്തെ ദിവസം ട്രിപ്പും കഴിഞ്ഞ് ഗോവയിൽ പോയിട്ട് തിരിച്ചു വരുന്ന വഴിക്കാണ് അയാൾ ആ എൻട്രി എടുക്കുന്നത്. അയാൾ വീട്ടിൽ നിന്ന് പ്ലാൻ ചെയ്തിട്ട് വെയിറ്റ് ചെയ്തു. നമ്മുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യൻ എക്കണോമിയുടെ ഒരു സപ്പോർട്ടും കൂടെ ഉണ്ട്. ഇപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞൊരു പോയിന്റ് ഇല്ലേ, നമ്മൾ ഈ പറയുന്ന 140 കോടി ജനങ്ങളിൽ ഹൗസ് വൈഫ് വീട്ടമ്മമാരും NRIസും പ്രൈവറ്റ് എംപ്ലോയീസും ഒക്കെ വരുന്നൊരു കമ്മ്യൂണിറ്റി ഉണ്ട്. 15% മാത്രമേ ഇപ്പോൾ ഇതിലുള്ളൂ അല്ലേ? അപ്പോൾ US പോലെ 51% ആകുമ്പോൾ ഇന്ത്യ വളരുമ്പോൾ അത്രയും ഓപ്പർച്യൂണിറ്റി അല്ലേ കിടക്കുന്നത്, അത്രയും ആൾക്കാർ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. അപ്പോൾ അത്ര ഡിമാൻഡ് ഉണ്ടാകും, അത്രയും പർച്ചേസിങ് നടക്കും, അത്രയും ബൈയിങ് നടക്കും. മുമ്പ് FIs ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് വന്നിട്ട് ഒരു സെല്ലിംഗ് നടത്തി കഴിഞ്ഞാൽ നമ്മളിവിടെ തവിടുപൊടിയാകുമായിരുന്നു. ഫിനാൻസ് മിനിസ്റ്റർ കഴിഞ്ഞ ദിവസം പറഞ്ഞു കേട്ടില്ല, അവരില്ലാതെ നമുക്കിപ്പോൾ നിൽക്കാറായെന്ന് പറഞ്ഞില്ലേ. അതുപോലെ വളരെ സിമ്പിളായിട്ട് കൊണ്ടുപോകാം. അപ്പോൾ ഇത്ര പറയാം, നമ്മളൊരു ട്രേഡിങ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് എല്ലാം ഇതിൻ്റെ ഒപ്പം തന്നെ പോകേണ്ടതാണ്. പക്ഷേ ഏറ്റവും നന്നായി ഈ ഒരു ബിസിനസ് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ ഈ ഒരു ട്രേഡിങ് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വീട്ടമ്മമാർ തന്നെ ആയിരിക്കും. അതിന് ആദ്യം എന്ന് പറയുന്നത് ഇത് വളരെ സിമ്പിളാണെന്ന് ആദ്യം പറഞ്ഞു. 2, നമ്മുടെ കോഴ്സ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് അങ്ങനെയാണ്. ഏറ്റവും സിമ്പിളായിട്ട് ഒരാൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇപ്പം നമ്മൾ പറഞ്ഞ പോലെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒത്തിരി ടെക്സ്റ്റും കാര്യങ്ങളൊന്നും ഇല്ലാതെ നമ്മൾ വന്നു, നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരു 3 മാസത്തെ ഒരു അജണ്ട റെഡിയാക്കി, അതിനുശേഷം നമ്മൾ അതിലേക്ക് പോകുന്നു. ആ പ്രാക്ടീസിലൂടെ നമ്മൾ അതിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. ഓക്കെ, സോ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഹൗസ് വൈഫ്, റിട്ടയർഡ് ആൾക്കാർ, NRIs, പ്രൈവറ്റ് എംപ്ലോയീസ് സ്റ്റോക്ക് മാർക്കറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്സിൽ ചെയ്ത് മ്യൂച്വൽ ഫണ്ട് ക്രിയേറ്റ് ചെയ്ത് ഗോൾഡ് ETF ഇൻവെസ്റ്റ് ചെയ്ത് അടുത്ത വിഷു ആകുമ്പോഴത്തേക്ക് വളരെ മികച്ച ഒരു പോർട്ട്ഫോളിയോ ക്രിയേറ്റ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ മൈഫിൻ TVയുടെ ഈ മാസം 25-ാം തീയതി 7 മുതൽ 8 മണി വരെ നടക്കുന്ന ഫ്രീ വെബിനാറിൽ പങ്കെടുക്കാം. ഞങ്ങളുടെ ഏറ്റവും വലിയ എക്സ്പെർട്ടായ ശ്രീ പ്രദീപ് ചന്ദ്രശേഖർ ഏറ്റവും മികച്ച രീതിയിലുള്ള ഒരു ക്ലാസ് നിങ്ങൾക്ക് അതിന് തരുന്നതാണ്. തീർച്ചയായിട്ടും അത് പങ്കെടുക്കാം. ഈ കോഴ്സ് ചെയ്യാനായിട്ട് നമുക്ക് ഏജ് ലിമിറ്റ് ഉണ്ടോ? ഇല്ല, ഏജ് ലിമിറ്റ് ഒന്നുമില്ല. നമുക്ക് 18 വയസ്സ് പൂർത്തിയായിരിക്കുക. ഒരു 65 ഏജ് താഴെയാണെങ്കിൽ നമുക്ക് ഗ്രാസ്പ് ചെയ്യാനുള്ള കുറച്ചുകൂടെ കൂടുതൽ ഉണ്ടാവുമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പ്രകാരം ഈ കോഴ്സ് എല്ലാവർക്കും പ്രയോജനപ്പെടുന്ന ഒന്നാണല്ലോ. ആ രീതിയിൽ എല്ലാവർക്കും അത് ഉപയോഗപ്പെടുന്ന രീതിയിൽ എല്ലാവരും അത് കാണുകയും ആ കോഴ്സിൽ പങ്കെടുക്കുകയും ചെയ്യട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു. തിങ്കളാഴ്ച ഡിമാറ്റ് അക്കൗണ്ട് എടുത്തിട്ട് വേണം വരാൻ. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യുന്ന അവിടെ നിന്ന് തുടങ്ങാം. ഈ വർഷം നമ്മൾ സമ്പൽ സമൃദ്ധമായ ഒരു വിഷുക്കണി ഒരുക്കുന്നത് പോലെ അടുത്ത വർഷം സമ്പൽ സമൃദ്ധമായ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പോർട്ട്ഫോളിയോ ഒരുക്കുവാൻ നമുക്ക് ഇപ്പോൾ മുതൽ തയ്യാറാവാം. എല്ലാവർക്കും വിഷു ആശംസകൾ.